ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ബസിൽ വഴി ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെന്ററിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 463ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. നമുക്ക് ഏതായാലും ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് മിനിമം 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെന്ററിലേക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺട്രാക്ട് ബേസിലാണ് നിയമനം. അതിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് ഓഡിറ്റർ പോസ്റ്റിലേക്ക് 7 വേക്കൻസി, അതുപോലെ സീനിയർ മോണിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 20 വേക്കൻസി, മോണിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 165 വേക്കൻസി, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 5 വേക്കൻസി, ലോജിസ്റ്റിക് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 8 വേക്കൻസി, മെസ്സഞ്ചർ പിയൂൺ വിഭാഗത്തിലേക്ക് 13 വേക്കൻസി, അതുപോലെ സീനിയർ ഷിഫ്റ്റ് മാനേജർ വിഭാഗത്തിലേക്ക് 1 വേക്കൻസി, ഷിഫ്റ്റ് മാനേജർ ടെക് വിഭാഗത്തിലേക്ക് 3, സിസ്റ്റം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് 9 വേക്കൻസി. അങ്ങനെയാണ് മൊത്തം വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് ഓഡിറ്റർ വിഭാഗത്തിലേക്ക് PG ഡിപ്ലോമ ഇൻ ജേർണലിസമാണ് വേണ്ടത്. അതുപോലെ 59,760 വരെ ശമ്പളം ലഭിക്കും. സീനിയർ മോണിറ്റർ വിഭാഗത്തിലേക്ക് PG തന്നെ വേണ്ടത്. പിന്നെ മോണിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 165 പോസ്റ്റുകളിലേക്ക് വിവിധ ലാംഗ്വേജിൽ ഹിന്ദി 55, ഇംഗ്ലീഷ് 55, ആസാമി 3, ബംഗള 5, ഗുജറാത്തി 5, കന്നഡ 6, മലയാളം 5, മറാത്തി 6, ഒഡിയ 5, പഞ്ചാബി 4, തമിഴ് 6, തെലുങ്കു 6, ഉറുദു 4. അങ്ങനെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിലേക്കൂടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ വിത്ത് നോളജ് ഓഫ് ലാംഗ്വേജ്. അതുപോലെ ഈ പറഞ്ഞിരുന്ന ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കുക, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ അതിലേക്ക് 34,362 രൂപ ശമ്പളം ലഭിക്കും. പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 5 വേക്കൻസി, അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റിനാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലോജിസ്റ്റിക് അസിസ്റ്റൻ്റ് ആണ്, അതിലേക്ക് 8 വേക്കൻസി, +2 ഉണ്ടായിരിക്കും. അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നീട് മെസ്സഞ്ചർ ഓർ പിയൂൺ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് 13 വേക്കൻസി, അതിലേക്ക് 8ാം ക്ലാസ് പാസ്സായിരിക്കുക. അതിലേക്ക് 19,273 ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. പിന്നെ സീനിയർ ഷിഫ്റ്റ് മാനേജർ, അതിലേക്ക് ബാച്ചലർ ഡിഗ്രിയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. 24/6/2024 ഇതിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഇതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.